ഹായ് എവരിവൺ, എല്ലാവർക്കും നമസ്കാരം. ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് പ്രോബബിലിറ്റിയുടെ സെക്കൻഡ് പാർട്ടിനെ കുറിച്ചിട്ടാണ്. പ്രോബബിലിറ്റിയുടെ സെക്കൻഡ് പാർട്ട് എന്ന് പറയുമ്പോൾ നേരത്തെ കണ്ട എല്ലാ സംഭവങ്ങളും ഒരു കാര്യത്തിൽ മാത്രം ഒതുങ്ങിയെന്നാണ്. ഇനി രണ്ട് കാര്യങ്ങളിലേക്ക് വരുന്ന സമയത്ത് എങ്ങനെയാണ് പ്രോബബിലിറ്റി വേരി ചെയ്യുന്നതെന്ന് നോക്കാം. ഒരു ക്ലാസ്സിൽ 30 ബോയ്സും 20 ഗേൾസും ഉണ്ട്. ഓക്കെ, അപ്പുറത്തെ ക്ലാസ്സിൽ 10 ബോയ്സും 40 ഗേൾസും ഉണ്ട്. ഓക്കെ, അപ്പോൾ രണ്ട് ക്ലാസ്സിലും 50 വെച്ചിട്ടാണ് ആളുകൾ വരുന്നത്. ഈ രണ്ട് ക്ലാസ്സിൽ നിന്നും ഓരോരുത്തർ വിളിച്ചു. ഓക്കെ, പച്ചമ്മ ഒരു കാര്യത്തിന് വിളിച്ചു. അപ്പോൾ രണ്ടും ബോയ് ആകാനുള്ള ചാൻസ് എത്രയാണ്? ഓക്കെ, രണ്ടും ബോയ് ആകാനുള്ള ചാൻസ് എന്ന് പറയുമ്പോൾ ഇതൊരു 10Aയും ഇത് 10Bയും എടുക്കാം. 10Aയിൽ ഒരു ബോയിനെ ഇവിടെ നിന്ന് വിളിച്ചാൽ 10Bയിൽ 10 ബോയ്സ് വരും. ഓക്കെ, അതായത് ഇവിടെ നിന്ന് 10Aയിൽ നിന്ന് ഒരാളാണെങ്കിൽ 10Bയിൽ നിന്ന് അയാളുടെ ഒപ്പം 10 പേർക്ക് പോകാം. അങ്ങനെ ആ ക്ലാസ്സിലെ 30 പേരും പോയാൽ 30 × 10 തരത്തിൽ ബോയ്സിന് പോകാം. ഓക്കെ, എത്രയിൽ? 50 × 50യിൽ, അതായത് 50 × 50 ക്ലാസ്സിൽ 30 × 10 തരത്തിൽ ബോയ്സിന് പോകാം. ഓക്കെ, അപ്പോൾ അവിടുത്തെ പ്രോബബിലിറ്റി എന്ന് പറയുന്നത് സീറോസ് കട്ട് ചെയ്യുക. 3/25 ആണ് രണ്ടും ബോയ് ആകാനുള്ള ചാൻസ്. ഓക്കെ, ഇനി രണ്ടും ഗേളാകാനുള്ള ചാൻസ് ആണെങ്കിൽ ഇതുപോലെ 20 × 40 ടോട്ടൽ സീറോസ് കട്ട് ചെയ്യുക. 8/25. ഒരു ബോയും ഒരു ഗേളും, അങ്ങനെയാണെങ്കിൽ ഇതിനൊന്ന് ക്രോസ് ചെയ്ത് വരയ്ക്കുക. അപ്പോൾ 30 × 40 + 20 × 10/50 × 50 ആയിരിക്കും 1 ബോയ് ആൻഡ് 1 ഗേളിനുള്ള പ്രോബബിലിറ്റി. ഓക്കെ, 30 × 40 1200 + 200/2500. അപ്പോൾ എത്ര വരും? 1400/2500. 0 കട്ട് ചെയ്യുന്നു. 14/25 ആണ് 1 ബോയ് ആൻഡ് 1 ഗേൾ വരാനുള്ള ചാൻസ്. ഇനി വേറൊരു ഡൈസിൻ്റെ എക്സാമ്പിൾ നോക്കാം. എൻ്റെ കയ്യിൽ 2 ഡൈസ് ഉണ്ട്. ഞാൻ രണ്ടും ജസ്റ്റ് ഇട്ടു, നിലത്തേക്ക് ഇട്ടു. രണ്ട് നമ്പറും സെയിം ആവാനുള്ള ചാൻസ് എത്രയാണെന്ന്. ഓക്കെ, അപ്പോൾ അവിടെ ടോട്ടൽ ഔട്ട്കം എന്ന് പറയുന്നത് ആദ്യത്തതിൽ 6 × രണ്ടാമത്തതിൽ 6, 36 ആണ് ടോട്ടൽ ഔട്ട്കം. ഓക്കെ, അതിൽ രണ്ടും സെയിം ആവാനുള്ള ചാൻസസ് നോക്കാം. ആദ്യത്തിൽ 1, രണ്ടാമത്തതിൽ 1, ആദ്യത്തിൽ 2, രണ്ടാമത്തിൽ 2, 3, 3, 4, 4, 5, 5, 6, 6. ഓക്കെ, അപ്പോൾ 6 രണ്ടും സെയിം ആവാനുള്ള ചാൻസ് ആണ്. ഓക്കെ, എത്രയിൽ? 36. ഇറ്റ് ഈസ് 1/6 എന്ന് പറയുന്നത് രണ്ടും സെയിം ആവാനുള്ള ചാൻസ് ആണ്. രണ്ടും സെയിം ആകാതിരിക്കാനുള്ള ചാൻസ് 5/6 ആണ്. ഓക്കെ, അതിൽ നിന്ന് തന്നെ നമുക്ക് മനസ്സിലാക്കാം രണ്ടും സെയിം ആവാതിരിക്കാനാണ് ചാൻസ് കൂടുതൽ. ക്ലാസ് എല്ലാവർക്കും മനസ്സിലായെന്ന് കരുതുന്നു. ക്ലാസ് ഇഷ്ടമായ ലൈക്ക്, ഷെയർ, സബ്സ്ക്രൈബ് ആൻഡ് കമൻറ്റ്. താങ്ക് യു.